എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ടെക് വീഡിയോസ് ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മുടെ മുൻപുള്ള വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ കോഴി ഗ്രില്ല് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഫുൾ ജാർ സോഡ ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ സർബത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടെക് മാറി വേറെ കാറ്റഗറിയിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ അതേപോലത്തെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഓറിയോ ഷേക്ക്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോയി ഇതെങ്ങനെ നമുക്ക് ഓറിയോയുടെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മൊത്തം പറയുന്നത്. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇനി കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ്, ഇത് 30-ന്റെ പാക്കാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഒരു കവർ പാലും. അപ്പൊ നമുക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ച് സംഭവമൊക്കെ പരിപാടി തുടങ്ങാം. അപ്പൊ നമ്മൾ ബിസ്ക്കറ്റ് ഓരോന്നൊക്കെ എടുക്കുക. അപ്പം ക്രീം നമുക്ക് ഈ സ്പൂൺ വെച്ച് നമുക്ക് നീക്കി കളയാം. അതിനുവേണ്ടി ഞാൻ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബിസ്ക്കറ്റ് മാറ്റി വെക്കുക. അപ്പൊ നമ്മള് ബിസ്ക്കറ്റിൽ നിന്ന് ക്രീമൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്തിനാ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റിന്റെ കുറച്ച് നമുക്ക് പൊടി ആവശ്യമുണ്ട്. നമ്മുടെ ഷേക്കിനകത്ത് കുറച്ച് പൊടിയൊക്കെ ഒന്ന് വെതറണം. അതിനുവേണ്ടിയാണ് ക്രീം മാറ്റിയത്. ഇല്ലെങ്കിൽ ക്രീമും കൂടി കിടന്നു കഴിഞ്ഞാൽ മിക്സിക്കകത്ത് അടിക്കുമ്പോൾ അതങ്ങ് കുഴഞ്ഞൊരു പരുവാകും, നമുക്ക് പൊടിയായിട്ട് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ഇനി ഈ ക്രീം എടുത്ത കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ട്, അത് നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇടാം. അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റിന്റെ പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ക്രീമോട് കൂടിയുള്ള ബിസ്ക്കറ്റ് നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഇടാം. നമ്മൾ നേരത്തെ ക്രീം ഇല്ലാത്തത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഉള്ളത് കുറച്ച് ആദ്യം നമ്മൾ ക്രീം ഉള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇനി നമുക്ക് വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കവർ പാലാണ്. ഒരു കവർ പാല് നമുക്ക് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് വേണം. നമ്മള് ഫ്രീസാക്കി എടുത്ത പാല് ഇവിടെ ഉണ്ട്. ഒരു കവർ പാലാണ്. നമുക്ക് ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. നല്ല കട്ടിയുള്ള പാലെടുക്കുവാണെങ്കിൽ അത്ര നല്ലത്, ഇല്ലെങ്കിൽ ഷേക്കൊക്കെ ഒരു വെള്ളം പോലെയൊക്കെ ചെയ്യും. അടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ബൂസ്റ്റ് ആണ് വേണ്ടത്. 2 സ്പൂൺ ബൂസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ആഡ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് അതൊന്ന് കുറച്ച് ശരിയാക്കി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം, കാരണം ഓറിയോയുടെ ബിസ്ക്കറ്റിന്റെ മധുരം ഒന്നുമില്ല. ശേഷം ഒന്ന് നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഓറിയോ ഷേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ ഒരു ചെറിയ ഗ്ലാസ്സിലോട്ട് ഇതൊന്ന് ഒഴിച്ച് മാറ്റാം. അപ്പോൾ നമ്മൾ ജാറൊക്കെ എടുത്തിരിക്കുകയാണ്. ഇനി മിക്സ് ചെയ്ത് നമുക്ക് നേരെ ഇതിനകത്തൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഓറിയോയുടെ ബിസ്ക്കറ്റ് നമ്മൾ എടുത്ത് വെച്ച പൊടിയുണ്ട്, അപ്പോൾ അത് കുറേശ്ശെ ഇതിൻ്റെ ഇടയ്ക്കായിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് ബാക്കി വരുന്ന ഓറിയോയുടെ ഷേക്ക് ഉണ്ടല്ലോ, അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. വീണ്ടും കുറച്ചുകൂടി പൊടി അധികം ഉണ്ടായിരുന്നു, അത് നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇടാം. അപ്പോൾ നമ്മുടെ ഓറിയോ ഷേക്ക് റെഡി ആയിരിക്കുകയാണ്. സംഭവം സിമ്പിളാണ്. ഒരു പാക്കറ്റ് ഓറിയോയുടെ ബിസ്ക്കറ്റ് മേടിച്ചു, പിന്നെ അതേപോലെ നമ്മൾ 2 സ്പൂൺ ബൂസ്റ്റ് മേടിച്ചു, അല്ലെങ്കിൽ 5 രൂപയുടെ പാക്കറ്റ് കിട്ടും ബൂസ്റ്റ്, അത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു കവർ പാല്, പിന്നെ പഞ്ചസാര, ഇത് മാത്രം മതി നമുക്ക് ഓറിയോയുടെ നമ്മുടെ മിൽക്ക് ഷേക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് കൂടെ കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.